പ്രൈസ് ദി ലോർഡ്. നമ്മൾ വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളിൽ തുറക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യും എന്നതാണ്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ ഈശോയുടെ അന്ത്യ അത്താഴ വേളയിലുള്ള സംഭാഷണത്തിലും പഠിപ്പിക്കലിലും ഈശോ ഇതാ പഠിപ്പിച്ചത്. 14:26 നമ്മളിപ്പോൾ കേട്ടത്. വായിക്കാവുന്ന 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനം പറയുന്നത് എന്താ? എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എല്ലാവരും ഏറ്റു പറഞ്ഞു പഠിക്കാം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല. അതാണ് ഈശോ പറഞ്ഞത്. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, അത് ദൈവത്തിനെ അറിയാം, അത് നിങ്ങൾക്ക് താനേ നടന്നുള്ളൂ എന്ന് പറയണത്. അപ്പോൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്? ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച്. വചനങ്ങളുടെ ഉൾക്കാഴ്ചകളെക്കുറിച്ച്, വചനങ്ങളുടെ ചുരുൾ അഴിയുന്നതിന് വേണ്ടിയിട്ടും, അത് അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. ആ പ്രകാശം എന്ന് പറയുന്നത് ദൈവികമായ രഹസ്യങ്ങൾ തന്നെയാണ്. വീണ്ടും 14-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 15-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനം. ഇവിടെ 14:26, 15:26 കണ്ടോ? 2:26, ഒന്ന് 14:26, ഒന്ന് 15:26. ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്നും പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. കണ്ടോ? അപ്പോൾ ആദ്യം പറഞ്ഞത് 14:26 എന്താ ഒന്നുകൂടി വായിച്ച ആദ്യ ഭാഗത്തിൻ്റെ? എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന കണ്ടോ? സഹായകനായ അയക്കുന്നത് ആരാണ് അവിടെ? പിതാവ്. 15:26 പറയുന്നു ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ. അതാണ് വ്യത്യാസം. ഒരേ പരിശുദ്ധാത്മാവാണ്. ആദ്യം പറയുന്നത് പിതാവ് അയക്കുന്നു എൻ്റെ നാമത്തിൽ. രണ്ടാമത് പറയുന്നത് ഞാൻ പിതാവിൽ നിന്ന് അയക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നത്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയുള്ള അറിവിൽ നമുക്ക് ക്ഷമിക്കണം, ചിലർ ഇങ്ങനെ ചിന്തിക്കാം, നമ്മൾ പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയില്ല എന്ന് മാത്രമല്ല, മൈനസിലേക്ക് പോവുകയാണ് നമ്മൾ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവിൽ വളരെ പരിശുദ്ധാത്മാവ് എന്ത് വിചാരിക്കും? അപ്പോൾ അതിന് ഉപോത്ബലകമായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള ഒരു വചനം, പഴയ നിയമത്തിൽ പല സ്ഥലത്തും ആത്മാവ് അവന് വിട്ടുപോയി, ഇല്ലേ? ഇപ്പോൾ സാവൂൾ രാജാവിനെ ആത്മാവ് വിട്ടുപോയി. ആ വിട്ടുപോക്ക് കണ്ടിട്ട് പേടിച്ചിട്ട് ദാവീദും പറയാണ്, അയ്യോ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുത്. അപ്പോൾ എന്താണ്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദാവീദ് പാപം ചെയ്തത് കൊണ്ടാണ് അങ്ങനെ പരിശുദ്ധാത്മാവ് വിട്ടു പോകാൻ സാധ്യതയുള്ളത്. ഇതെല്ലാം വാസ്തവത്തിൽ വളരെ അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഒരിതാണ്. പരിശുദ്ധാത്മാവ് ഇസ്രായേലിലെ രാജാക്കന്മാർ
പരിശുദ്ധാത്മാവാണ് അഭിഷേകം ചെയ്തിരുന്നത്. രാജാവിനെ അഭിഷേകം ചെയ്തിരുന്നത് പരിശുദ്ധാത്മാവ്. നമ്മുടെ നാട്ടുരാജാക്കന്മാരുടെ മാതിരിയല്ല. രാജാവ് രാജാവ് എന്ന് പറയും എല്ലാവരെയും. ഇസ്രായേലിലെ രാജാവ്, ഇസ്രായേലിലെ രാജ്യത്വം രാജാവ് എന്നത് ദൈവത്താൽ നിയോഗിച്ച ഒരു ഓഫീസാണ്. ദൈവം പ്രവാചകരെ അയച്ചുകൊണ്ട് ദൈവം ഒരാളോ അഭിഷേകം ചെയ്യുകയാണ് ചെയ്യണത്. ആ അഭിഷേകം, ആ രാജാവ് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. ആ ദൈവഹിതത്തിന് എതിരായിട്ട് അയാൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം അവനിൽ നിന്നും ആ രാജകീയ പദവി എടുത്തു മാറ്റി വേറൊരാളെ അഭിഷേകം ചെയ്യും. ഇപ്പോൾ ഈ രാജാവായിരുന്ന ആൾ സ്ഥാനം മാറ്റിയില്ലേ? അപ്പോൾ അയാളുടെ അഭിഷേകം പോയോ? അഭിഷേകം പോയി. ആ അഭിഷേകം ഇപ്പോൾ ശൗൽ രാജാവ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാതെ പലതും ചെയ്തപ്പോൾ അയാൾ ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, നീ പോയിട്ട് ജസ്സയുടെ കുടുംബത്തിൽ പോയിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാം ദാവീദിനെ അഭിഷേകം ചെയ്തു. അപ്പോൾ ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ശൗലിലെ അഭിഷേകം മാറ്റപ്പെട്ടോ ഇല്ലയോ? ആ അഭിഷേകം, രാജകീയ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ തന്നെ അഭിഷേകമാണ്. ആ അഭിഷേകമാണ് എടുത്ത് മാറ്റല്ലേ എന്ന് രാജാവ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ആ അഭിഷേകവും കർത്താവ് ഈശോ മിശിഹ തൻ്റെ രക്ഷാകര ദൗത്യം നടത്താൻ വേണ്ടി ദൈവം മനുഷ്യനായി അവതരിപ്പിച്ച്, മനുഷ്യനായി ജനിച്ച രണ്ടാമത്തെ ആളായ, ത്രിത്വത്തിൽ രണ്ടാമത്തെ ആളായ ഈശോ തമ്പുരാൻ മനുഷ്യരുടെ മുഴുവനും പാപമേറ്റെടുത്ത് അവരെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ആ രക്ഷാകര മൂല്യങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്ന, അതിനെ ജോൺ പോൾ രണ്ടാമൻ പറയുന്നത് ഇങ്ങനെയാണ്, സാൽവഫിക് സെൽഫ് ഗിവിങ് എന്ന് പറയും അതിനെ. ദ സ്പിരിറ്റ് ഈസ് ഗിവൺ ടു അസ് ആസ് എ സാൽവഫിക് സെൽഫ് ഗിവിങ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ രക്ഷാകരമായ ആത്മദാനം എന്നാണ്. രക്ഷാകരമായ ആത്മദാനം. അപ്പോൾ പുതിയ നിയമത്തിൽ ഈശോ വന്നിട്ട് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈശോയിലൂടെ സംസ്ഥാപിതമാകുന്ന ദൈവരാജ്യവും ആ രക്ഷ, കുരിശിൽ ഞാൻ പോയാലേ അവൻ വരികയുള്ളൂ എന്ന് പറയുന്ന, കുരിശിൽ ഞാൻ ബലിയായി അർപ്പിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ബലിയുടെ യോഗ്യത മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകരമായ ആത്മദാനമായ പരിശുദ്ധാത്മാവ് എന്നേക്കുമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല എന്നതാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ ഈശോയുടെ രക്ഷാകര ആത്മദാനമായ പരിശുദ്ധാത്മാവാണ് കർത്താവും ജീവദാതാവ്. എന്തിനാ ജീവദാതാവ് എന്ന് പറയണേ? ജീവദാതാവ് എന്ന് പറഞ്ഞാൽ മരിച്ച അവസ്ഥയിലുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നവൻ. മരിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ പാപം മൂലം എല്ലാവരും ആത്മാവിൽ മരിച്ച അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ ജീവൻ നൽകാൻ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകുമോ? കർത്താവ് ഈശോ മിശിഹ തൻ്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നമ്മൾക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകുമോ? വിശ്വസിക്കണം. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എപ്പോഴും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരാത്മാവിനെ, മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകും. അതാണ് നമ്മൾ പാടിയത്, ആത്മാവാണിൻ സഹായകൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ വചനം ഞാനിങ്ങനെ ഒരിക്കലൊരു ധ്യാനത്തിൽ എനിക്ക് തോന്നുന്നത് ആലുവ സെമിനാരിയിലാണ് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ അന്നത്തെ കുർബാന കഴിഞ്ഞിട്ട് പല പ്രാവശ്യം അച്ഛൻ ഈ ആശീർവാദ പ്രാർത്ഥന, ഇപ്പോഴും എപ്പോഴും എന്നേക്കും, നമ്മൾ ഇങ്ങനെ അതാണ് ആമേൻ. നമുക്ക് വല്ല കാര്യമുണ്ട്, അച്ഛൻ അങ്ങനെ പറയും. അച്ഛന്മാർക്ക് പട്ടം കിട്ടിയേക്കണം, ഇതൊക്കെ പറയാൻ വേണ്ടിയായിരിക്കില്ലേ. എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ അലയടിക്കാൻ തുടങ്ങി, ഇപ്പോഴും എപ്പോഴും എന്നെ.
അതെവിടെ നിന്നാണ് ആ ആശയം ഉണ്ടായത്? ആ ആശയം ഉണ്ടായത് ഈശോ പറഞ്ഞതാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും. കണ്ടോ, അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് കൈവീശി കാണിച്ച്. വൈകുന്നേരത്ത് കഞ്ഞി വെക്കേണ്ട സമയമായിട്ടോ? വൈകുന്നേരത്ത് കഞ്ഞി വെക്കേണ്ട സമയമായി, ഉറങ്ങില്ലേ? കണ്ടോ, ഈശോ പ്രാർത്ഥിക്കണ കാര്യമുണ്ടോ? ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കോ ഇല്ലയോ? ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. കണ്ടോ, എന്നേക്കും. ആ ഒറ്റ വാക്കാണ്. ഈ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ്റെ ആ പുസ്തകം ഇന്ന് നിങ്ങൾക്കെല്ലാം തരും. ഈ പുസ്തകം നിങ്ങൾക്കെല്ലാം ഇന്ന് തരും. എപ്പോഴെങ്കിലും ആ പുസ്തകം അവിടെ നിന്നെടുത്ത് എല്ലാവർക്കും ഈ ഒരു കോപ്പി, ഒരു ഭവനത്തിൽ ഒരെണ്ണം വെച്ചായാലും മതി, 2 പേരുള്ളൊരു ഒരെണ്ണം കൊണ്ടുപോവാം. ഇത് വലിയൊരു ഗിഫ്റ്റാണ്. ഇത് ചുമ്മാ ഒന്ന് തുറന്ന് അതിനകത്തൊരു 4-5 വരി ഒന്ന് വായിച്ചാൽ മതി, നിങ്ങൾ കത്തിപ്പടരും. ഇത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞൊരു പ്രാവശ്യം, ഇത് ഗോൾഡൻ കളറിൽ അടിച്ചേക്കണതിൻ്റെ അർത്ഥം തന്നെ മഹത്വവും വലിയ സ്വർണ്ണനിധി പോലെയാണിത്. അപ്പോൾ ഇവിടെയെല്ലാം ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രത്യേകത ഇതാണ്. ഒരു ചെറിയ ഒരു വാക്കിനെ എടുത്തിട്ട് ഒരു അധ്യായം മുഴുവനും ഉണ്ടാക്കും. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചു, കണ്ടോ, ഒരു ഒറ്റ പോയിന്റ് നിശ്വസിച്ചു, അതിന് വെച്ചിട്ടാണ് ഒരു ചാപ്റ്റർ മുഴുവൻ. എന്ന പോലെ എന്നേക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ വളരെ, എനിക്ക് പണ്ടേ മുതൽ ഒരിക്കലും സംശയം ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തിൽ ഒരിക്കലും സംശയം ഉണ്ടായിട്ടില്ല കേട്ടോ, ഒരിക്കലും സംശയം ഉണ്ടായിട്ടില്ല. പരിശുദ്ധാത്മാവ് എന്നെ വിട്ടു പോകുന്നു, ഒരിക്കലുമില്ല. ഈ കുറച്ച് നാൾ മുമ്പ് ഞാൻ അയർലൻഡിൽ ചെന്നപ്പോൾ, അപ്പോൾ എന്നെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ആൾ ധ്യാനമൊക്കെ കൂടാനുള്ള ഒരാളാണ്. അദ്ദേഹം ഫാമിലി സഹിതമുണ്ട്. എന്നെ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു 4 മണിക്കൂർ വണ്ടി ഓടാനുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറിയ ഉടനെ ഇങ്ങനെ നാട്ടുവർത്താനങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എടാ മോനെ, ഇതൊക്കെ പറഞ്ഞു പോലെ സമയം കളയാണ്ട് 4 മണിക്കൂർ നമുക്കൊരു ഏകദിന സെമിനാർ നടത്താനുള്ള, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളോ ചോദിക്കണമെങ്കിൽ അത് ചോദിക്കും. എൻ്റെ കർത്താവേ, നമ്മളിന്ന് അത് നല്ല അവസരമാണല്ലോ. അപ്പോൾ ഭാര്യയും പറഞ്ഞു, നമുക്ക് കിട്ടിയൊരു ഭാഗ്യം, ബ്രദറിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യം ചർച്ച ചെയ്യാം, ഇല്ലേ? ഇപ്പോൾ ഈ ധ്യാനത്തിനൊക്കെ അങ്ങനെ 4 മണിക്കൂർ എൻ്റെ കൂടെ സംസാരിക്കാൻ വല്ല ചാൻസ് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ യാത്രയിലൊക്കെ പോകുമ്പോൾ ആ സമയം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഉടനെ പുള്ളി പറയണേ, എൻ്റെ ബ്രദറെ, ഞങ്ങൾ ഈ ധ്യാനം കൂടും, ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ തളരും, പിന്നെയും ധ്യാനം കൂടും, പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ തളരും. ബ്രദർ എങ്ങനെയാണ് 25 വർഷം ഇങ്ങനെ നിൽക്കണത്? ഇപ്പം ഈ അമ്മച്ചി പറഞ്ഞില്ലേ, അന്നിങ്ങനെ ഓടി നടക്കാൻ, ഇപ്പോഴും ഓടണേന് കുഴപ്പമൊന്നുമില്ല, ഈ ക്യാമറ കാരണമാണ്. ക്യാമറ ഇല്ലെങ്കിൽ ഞാൻ ഓടും. എല്ലാ ദിവസവും മിക്കവാറും 365 ദിവസവും ശുശ്രൂഷയാണ്. രാവിലെ നിങ്ങൾക്കറിയാലോ 4 മണിക്ക് എണീച്ചോ ഇല്ലയോ? 4 മണി മുതൽ രാത്രി ഏതാണ്ട് 11-12 മണി വരെ ജോലി ചെയ്യണ്ട്. അപ്പോൾ ഇവർ ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞു, നല്ല ചോദ്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ കാരണം, പെട്ടെന്ന് ഞാൻ അവരോട്, നീ എന്താ വിശ്വസിക്കണേ? പരിശുദ്ധാത്മാവിൽ നീ വിശ്വസിക്കുന്നുവോ? പിന്നെ അല്ലാണ്ട് പരിശുദ്ധാത്മാവിൽ പിന്നെ വിശ്വസിക്കണ്ടല്ലോ. ഓക്കെ, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ കപ്പാസിറ്റി എന്താ എന്ന് പറഞ്ഞാൽ, നീ എന്താ വിശ്വസിക്കുന്നത്? നീ എന്തെങ്കിലും പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് വിട്ട് പോകുമെന്നാണോ വിശ്വസിക്കുന്നത്? പിന്നെ അല്ലാണ്ട് അങ്ങനെയല്ലേ എല്ലാവരും പറഞ്ഞേക്കണത്. കണ്ടോ, പോയി. ഞാൻ പറയാം, അതുകൊണ്ടാണ് നിനക്ക് ഈ ശക്തി ഇല്ലാത്തത്. ഞാൻ വിശ്വസിക്കുന്നത് എത്ര വലിയ പാപം ചെയ്താലും
പരിശുദ്ധാത്മാവ് എന്നെ വിട്ട് പോകില്ല. എനിക്ക് വേണ്ടി കർത്താവ് തൻ്റെ രക്തം കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ഈ ആത്മാവ് ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. എന്നെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതു ഭാഗത്ത് കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടേ അടങ്ങുള്ളൂ. അങ്ങനെയാണോ? എന്നിട്ട് ഞാൻ അതിനെ സ്ഥാപിക്കുന്ന എല്ലാ ആർഗ്യുമെൻറ്റുകളും പറഞ്ഞു, അവരും പറയുന്ന ആർഗ്യുമെൻറ്റുകൾ കേട്ടു, അതിനെല്ലാം ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയാണ് ഒരു ഭയങ്കര സമാധാനമായിട്ടാണ്, ഒരു ഭയങ്കര സമാധാനം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര പേടിയായിരുന്നു. ഇതിപ്പോൾ പാപം ചെയ്യാൻ ലൈസൻസ് അല്ല, സത്യം അറിയണം, സത്യം അറിയണം. സത്യം നമ്മളെ സ്വതന്ത്രമാക്കും എന്ന് പറയണത് യേശുക്രിസ്തു ആകുന്ന സത്യവും ആ യേശുക്രിസ്തു നൽകുന്ന സത്യാത്മാവ്, സത്യാത്മാവ്, ആ സത്യാത്മാവ് ആണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. അല്ലാതെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു കൊച്ചു വന്ന് ചോദിച്ചത്, ഞാൻ അടുത്ത ആഴ്ച ആദ്യ കുർബാന കൈക്കൊള്ളാണ്, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പാപം ചെയ്താൽ ഉടനെ നരകത്തിൽ പോകല്ലേ? ഇത് സത്യമാണോ? സത്യമാണോ? അല്ല. അവൻ ഇത്രയും വലിയ കരുണാനിധിയായ യേശു, അവൻ്റെ സകല പാപത്തിനും പരിഹാരം ചെയ്ത ഈശോയെ സ്വീകരിക്കാൻ പോകുമ്പോൾ അവന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ബോധ്യം 100% തെറ്റാണ്. ഇതിപ്പോൾ ഞാൻ കാറ്റഗിസം ടീച്ചേഴ്സിനെ വിമർശിക്കുകയല്ല, പക്ഷേ ഇങ്ങനെ ഒരു പ്രബോധനം വരുമ്പോൾ അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ പേടിച്ച് പേടിച്ച് ജീവിക്കുകയാണ്. അവനെന്നും പാപം ചെയ്യുകയും ചെയ്യും. കാരണം പാപത്തിൻ്റെ, അവനിൽ നിന്ന് പാപത്തെ എടുത്ത് മാറ്റുന്ന ഈ ദൈവശക്തിയെക്കുറിച്ച് അവന് കിട്ടിയിരിക്കുന്ന വികലമായ ധാരണയാണ്. അപ്പോൾ ഒന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ മനസ്സിലും മനസാക്ഷിയിലും കടന്നുകൂടിയിരിക്കുന്ന തെറ്റായ ധാരണകളെ ശുദ്ധീകരിക്കണമേ, ദൈവീകരിക്കണമേ, പിഴുതു മാറ്റണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും കെട്ടിക്കിടക്കുന്ന എല്ലാ തെറ്റായ പ്രബോധനങ്ങളെയും പരിശോധിക്കണമേ. പിതാവിനാൽ നടാത്തവയെല്ലാം പിഴുതു മാറ്റണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ പവിത്രമാക്കണമേ, എൻ്റെ എല്ലാ തെറ്റായ ബോധ്യങ്ങളും അകറ്റണമേ. എല്ലാവരും ഭാഷാവർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് ആന്തരിക വിശുദ്ധീകരണത്തിനായിട്ട് നമ്മുടെ ആന്തരിക മനസ്സിൽ കിടക്കുന്ന എല്ലാ ബോധ്യങ്ങളെയും പരിശുദ്ധാത്മാവേ അങ്ങ് പരിശോധിക്കണേ, അങ്ങ് പരിശോധിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭാരം തോന്നാം.